ഒരു കുട്ടി മുമ്പിൽ നിന്ന് ഛർദ്ദിച്ചു. അത് കണ്ടിട്ട് ഞാൻ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാസ്സിലൊരു കുട്ടി അപ്പിട്ടു. അവൾക്ക് ടീച്ചറാകാൻ പോകണമല്ലേ. ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് പ്രോബ്ലം സോൾവിങ്. ഒരു ടീച്ചറുടെ അല്ലേ അടുത്ത ഇതാണ് പ്രോബ്ലം സോൾവിങ്. അദ്ദേഹം സെൽഫ് അവെയർ ആയിരിക്കണം. പ്രോബ്ലംസ് വന്നതിന് പെട്ടെന്ന് സോൾവ് ചെയ്യാൻ പറ്റും. പെട്ടെന്ന് ഒരു പാമ്പിനെ കണ്ടു കഴിഞ്ഞാൽ അയ്യോ എന്ന് പറഞ്ഞിട്ട് ഓടുന്ന ടീച്ചറാണെങ്കിൽ ആ ക്ലാസ്സിലെ കുട്ടികൾ സേഫ് ആണോ? അല്ല. നമ്മളൊക്കെ അല്ലേ അതുപോലെ ഒരു കുട്ടി മുമ്പിൽ നിന്ന് ഛർദ്ദിച്ചു. അത് കണ്ടിട്ട് ഞാൻ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടികളവിടെ സേഫ് അല്ല. ഒരു ക്ലാസ്സിലൊരു കുട്ടി അപ്പിട്ടു. അവൾക്ക് ടീച്ചറാകാൻ പോകണമല്ലേ. അതുകൊണ്ട് പറയുന്ന ഒരു പ്രശ്നമില്ല. അമ്മമാരെ അച്ഛന്മാരൊക്കെ ആവാൻ പോകുന്ന ആൾക്കാരാ. കുട്ടികൾ അപ്പിട്ടു വിചാരിക്കുക. ഇത് വൃത്തിയാക്കേണ്ടത് ആരാ? നമ്മളാ. അപ്പം അത് വിചാരിച്ചിട്ട് ഈ ചെറുക്കം കോളാക്കി ഇനി ഞാൻ എന്താ ചെയ്യാം. ചേച്ചിയെ എന്ന് പറഞ്ഞാൽ ചേച്ചിയുടെ അടുത്തേക്ക് പോകാൻ ചിലപ്പോൾ പറ്റിക്കൊള്ളണമെന്നൊന്നുമില്ല. എല്ലായിടത്തും ഒന്നും ഉണ്ടാവില്ല. നമ്മൾ തന്നെയാണ് അത് വൃത്തിയാക്കേണ്ടത്. ഇത് ഞാൻ പറയാൻ കാരണം നിങ്ങൾ ടീച്ചർ എന്ന് പറഞ്ഞ് സിനിമകളിൽ കാണുന്ന ഒരു സംഭവമുണ്ട് അല്ലേ. ക്ലാസ്സിൽ ചെല്ലുന്നു, കുട്ടികളൊക്കെ എടുത്ത് കുട്ടികളൊക്കെ ചുറ്റ കൂടുന്നു, താരസമീന്മാർ പാട്ട് പാടുന്നു, ചിത്രം പഠിക്കുന്നു, ഡാൻസ് പഠിക്കുന്നു. ഇതൊന്നും അല്ലാതെ ഇതിൻ്റെ സൈഡിൽ മറ്റൊരു റിയാലിറ്റി ഉണ്ട്. ആ റിയാലിറ്റിയാണ് ഞാനിത്. ക്ലാസ്സിൽ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന സുഗന്ധം എന്ന് പറയുന്നത് നല്ല ഊതിൻ്റെ ഒന്നും ആവില്ല. വളരെ മനോഹരമായ ഒരു ഒതൻറ്റിക് ആയിട്ടുള്ളൊരു മണമായിരിക്കും നമുക്ക് LP ക്ലാസ്സുകളിൽ നിന്ന് കിട്ടുക. അതുപോലെ അവരുടെ തുപ്പലവും ജലദോഷവും ഒക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ആസ് എ ടീച്ചർ അല്ലെങ്കിൽ ഞാൻ ഈ റീലിലും വീഡിയോസിലൊക്കെ ഇടുമ്പോൾ നിങ്ങൾ കാണുന്ന നല്ലൊരു BGMോട് കൂടി എൻ്റെ വളരെ സൗമ്യമായ ഭാഷയിൽ ഞാൻ സംസാരിക്കുന്ന കാര്യമാണ്. ഇത് കണ്ടിട്ട് നിങ്ങൾ വിചാരിക്കുകയാണ് ഞാൻ എന്നും ക്ലാസ്സിൽ പോയിട്ട് കുട്ടികളോട് എൻ്റെ മക്കളെ ഞാൻ നിങ്ങളെ അങ്ങനെ സംസാരിക്കുന്നു കരുതുന്നുണ്ടോ? അവിടെയാണ് റിയാലിറ്റി മനസ്സിലാക്കേണ്ടത്. അങ്ങനെയല്ല ക്ലാസ് നടക്കുന്നത്. ക്ലാസ് എന്നോ ഉണ്ടായിരുന്ന പഴമയിലൂടെ തന്നെ നടക്കുന്നത്. ടീച്ചർ തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത്. പക്ഷേ കുട്ടികളെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അവരെയാണ് ഓറിയൻ്റ് ആക്കുന്നത്. അവരാണ് നമ്മളെ കൈകാര്യം ചെയ്യുന്നത്. നല്ല രീതിയിലാണ് മുന്നോട്ട് പോകുക. പക്ഷെ എപ്പോഴും ആ റിമോട്ട് ആരുടെ കയ്യിലായിരിക്കും?